ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫൗണ്ടനാണ് ഉണ്ടാക്കിയത്. നമ്മുടെ കുളത്തിന് നടുക്കൊണ്ട് വെക്കാൻ പറ്റിയ രീതിയിൽ ഒരു പാറയൊക്കെ വെച്ചിട്ട് വലിയൊരു ഫൗണ്ടൻ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലും വീണ്ടും ഒരു ഫൗണ്ടൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു ഫൗണ്ടൻ പോലെയല്ല, ഇതിന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ വ്യത്യാസം എന്നാന്ന് പറഞ്ഞാൽ ഈ ഫൗണ്ടൻ വളരെ ഒരു ചെറിയ ഫൗണ്ടനാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ പേര് ടൈം ഫൗണ്ടൻ എന്നാണ്. അപ്പോൾ ടൈം ഫൗണ്ടൻ എന്ന പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് ടൈം സ്റ്റോപ്പായി നിൽക്കുന്നത്, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് പുറകോട്ട് പോകുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് സ്ലോ ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഇല്യൂഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഫൗണ്ടൻ. കാര്യം മനസ്സിലാക്കണമല്ലോ. അപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെ ഒരു ടൈം ഫൗണ്ടൻ ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒരു ഓർഡിനോ ഒക്കെ എടുത്ത് നമ്മളത് പ്രോഗ്രാമൊക്കെ ചെയ്ത് അങ്ങനെ വലിയ വലിയ കുറേ പരിപാടീസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ ഒരു ചെറിയൊരു 555 ടൈമർ IC മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടൈം ഫൗണ്ടൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ ഇതിൻ്റെ മേക്കിങ്ങിലോട്ട് കിടക്കാം.
അപ്പോൾ നമ്മുടെ ടൈം ഫൗണ്ടൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈനിലുള്ള കറണ്ടിൻ്റെ സെയിം ഫ്രീക്വൻസിയിലാണ് നമ്മുടെ വെള്ളം താഴോട്ട് വീഴുന്ന ആ വെള്ളം വൈബ്രേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മളത് നേരെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് DC ആയിട്ട് കൺവേർട്ട് ചെയ്യാതെയാണ് നമ്മൾ നേരെ ആ ഒരു സോളിനോയിലോട്ട് കൊടുത്തേക്കുന്നത്, നമ്മുടെ കോയിലിലോട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ആ സെയിം ഫ്രീക്വൻസിയിലാണ് വെള്ളം വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇതേസമയം നമ്മൾ നമ്മുടെ LED ബൾബ് ഓൺ ഓഫ് ചെയ്യുന്ന ആ ഒരു ഫ്രീക്വൻസി നമ്മുടെ ലൈനിലെ കറണ്ടിൻ്റെ അതേ ഫ്രീക്വൻസി ആയിട്ട് സെയിം ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ടൈം സ്റ്റോപ്പ് ആയിട്ട് ആ വെള്ളം അങ്ങനെ ആകാശം തന്നെയായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. അതേസമയം ആ ഫ്രീക്വൻസിയോട് കുറച്ച് കൂടുകയോ അല്ലെങ്കിൽ കുറയോ ചെയ്യുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ വെള്ളം മേലോട്ട് പോകുന്ന പോലെ അല്ലെങ്കിൽ താഴോട്ട് സ്ലോ ആയിട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഇല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാം. വേണമെങ്കിൽ പറയാനല്ല, ഇല്യൂഷൻ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ നേരെ എടുത്ത് പുറത്ത് കൊണ്ടുവച്ചാൽ ഏതെങ്കിലും എക്സ്റ്റേണൽ ലൈറ്റ് സോഴ്സുമായിട്ട് കൊണ്ടുവെക്കുമ്പോഴത്തേക്കും അത് ശരിക്കും ചുമ്മാ വെള്ളം താഴോട്ട് വീഴുന്നതായിട്ട് മാത്രം തോന്നുന്നത്. ശരിക്കും ആ ഒരു ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ ആ ഒരു വൈബ്രേഷൻ, ആ ഫ്രീക്വൻസി കറക്റ്റായി മാത്രമേ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ. ആ ലൈറ്റിൽ മാത്രമേ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ, അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റിൽ. ഓക്കെ, ഇതേസമയം ആ വെള്ളത്തിൻ്റെ വൈബ്രേഷൻ മാത്രം യൂസ് ചെയ്ത് നമുക്കൊരു ടൈം ഫൗണ്ടൻ ഉണ്ടാക്കാം. പക്ഷേങ്കിൽ ഇത് നേരിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുമായിട്ടും കാണത്തില്ല. പകരം നമ്മളൊരു ക്യാമറയ്ക്കൂടെ നോക്കുമ്പോഴത്തേക്കും മാത്രമേ നമുക്ക് വെള്ളം ഫ്രീസ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുള്ളൂ. കാരണം ആ ക്യാമറയുടെ ഷട്ടർ സ്പീഡുമായിട്ട് ആ വെള്ളത്തിൻ്റെ വൈബ്രേഷൻ ആ ഒരു സെയിം ആയിട്ട് സിങ്കിൽ വരുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് അങ്ങനെ തോന്നുന്നത്, സ്റ്റോപ്പായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നത്. ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് റിയൽ ടൈമിൽ നമ്മൾ നേരിട്ട് നോക്കിയാലും ആ ടൈം സ്റ്റോപ്പായി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ എന്തായാലും നമ്മൾ നല്ലൊരു അടിപൊളി ടൈം ഫൗണ്ടൻ ഉണ്ടാക്കിയത്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാം എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ടൈം ഫൗണ്ടൻ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു അടിപൊളി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.